പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരയുടെ വിധി ഇന്ന്. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് വിധി പറയുന്നത്. കേസിലെ ഏക പ്രതിയാണ് ചെന്താമര. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. നടന്ന 1.5 വർഷമാകുമ്പോഴാണ് കേസിൽ വിധി വരുന്നത്. 2025 ജനുവരി 27-നാണ് ചെന്താമര അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു ഇരട്ട കൊലപാതകം. കുടുംബം തകരാൻ കാരണം സുധാകരനാണെന്ന സംശയമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചായിരുന്നു നെന്മാറയിലെ പോത്തുണ്ടിയിലേക്ക് ഇയാൾ എത്തിയത്. പിന്നാലെയാണ് 2025 ജനുവരി 27-ന് ഇയാൾ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതുകണ്ടാണ് സുധാകരന്റെ അമ്മ ലക്ഷ്മി അവിടേക്ക് ഓടിയെത്തുന്നതും തുടർന്ന് വയോധികയെയും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നതും. ചെന്താമരയുടെ കുടുംബം പിരിഞ്ഞു പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയമാണ് ഇയാളെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഫെബ്രുവരി 18-ന് പ്രതി ചെന്താമരയുടെ ആദ്യ കേസിലെ ജാമ്യം റദ്ദാക്കി. മാർച്ച് 3-ന് കേസിൽ സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. മാർച്ച് 25-ന് കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ നടന്ന വിചാരണയിൽ 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV.